അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും നമ്മളെ ഹണ്ടിങ് സിമുലേറ്ററായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നൈറ്റ് മോഡിലാണ് കളിക്കുന്നത്. ഗൈസ് ഞാനിത് മറ്റേ എന്താ റെക്കോർഡൊക്കെ ചെയ്ത് വെച്ചതായിരുന്നു, പക്ഷേ റെക്കോർഡ് ചെയ്ത് വെച്ചൊക്കെ കുഴപ്പമില്ല. എനിക്ക് 4-5 ആനിമലിനെ പിടിച്ചിട്ട് നമുക്ക് കൂടി അവസാനിപ്പിക്കാം. നൈറ്റ് ആയതുകൊണ്ട് കുറച്ചധികം ടഫാണ്. ടോർച്ചൊക്കെ ഉണ്ട്, എന്നാലും ഈ ആനിമൽസിനെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. കുഞ്ഞു മുയലോ റക്കൂണോ അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ കഷ്ടിവിന് ഈ മല കയറുന്നില്ല. എനിക്ക് നേരെ വണ്ടി കയറാം. അയ്യോ എന്ത് വണ്ടി കയറാത്ത വണ്ടി കയറി വണ്ടി ബ്രേക്ക് ഇടാം, ഇറങ്ങും, ടോർച്ച് ഓണാക്കുക, മുന്നോട്ട് പോവുക. ഇവിടെ ഒരു ആനിമലുമില്ല. പോയി ഗൈസ്, നമ്മളെ വിട്ട് ഒരു റക്കൂൺ പോയി. ഇവിടെ എന്തോ ഒരു ജീവിയുണ്ട്, അതിനെ പിടിക്കാം. ശേ ഈ റക്കൂൺ നമ്മളെ കടിക്കുമോ? നമ്മൾ മുന്നിലായിട്ടൊന്നിനെ കാണിക്കുന്നുണ്ട്. ഇതിവിടെ നൈറ്റ് തോന്നില്ല. കണ്ട് ഇപ്പോഴേ ലോഡാക്കി വെക്കാം. ഇതിലേക്കൂടെ ഒരു റക്കൂൺ പോകുന്നത് കണ്ടു. നൈറ്റ് ആയതുകൊണ്ട് വെടിവെക്കുന്നത് എല്ലാം തെറ്റിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു റക്കൂണെന്ന് ഇപ്പം നമ്മൾ കൊന്ന റക്കൂണ് ആദ്യം എടുക്കാം. ഇതില്ല, നൈറ്റ് മോഡ് ഒരു ഇതില്ല, എന്തില്ല ഒരിതില്ല, ഒരു കോണമില്ല. പക്ഷെ ഈ നൈറ്റ് മോഡിൽ കൂടുതൽ ആനിമൽസ് ഉണ്ടാവുക. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഒന്നുമില്ല. കണ്ട് ഇനി അങ്ങനെ പോവാന്ന് വിചാരിക്കണ്ട. ഒരു വെടിക്ക് നമ്മളതിനെ കൊന്നിരിക്കുന്ന. ഇനി വേറെ ആനിമൽസ് ഉണ്ടോയെന്ന് അറിയില്ല. ഗൈസ് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ആക്കുന്നു. പക്ഷെ നിങ്ങളൊരു
സപ്പോർട്ടും തരുന്നില്ല. എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബും കൂടെ അടിച്ചോ, എന്നാലും ഒരു ഗുമ്മ കിട്ടും. അപ്പോൾ നമുക്ക് ഈനെ അങ്ങ് പിടിച്ചു കൊടുത്താലോ. ഇനി അടുത്ത മിഷൻ നോക്കാം. മിഷനൊന്നുമില്ല, അടുത്ത മോഡ് മാറ്റാൻ പറ്റുമോ നോക്കാം. ഈ ഒരു മോഡ് ഒരു കുണമില്ല. ഞാൻ വണ്ടീനെടുത്ത് എത്താനിവന്. ഇത് മലയല്ലേ, ഈ മല ഇവന് കയറാനും അറിയില്ല. ഇത് ചെയ്യാൻ കറി മല കയറാൻ അറിയാത്ത നീ എന്തിനാടാ ഹണ്ടിങ്ങിന് പോയത്? വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ? അതാ മല കയറാനും അറിയാത്ത. ഇത് തുള്ളാൻ പറ്റുമായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. തുള്ളാനും അറിയില്ല. വീട് വരെ നടന്നു പോകേണ്ടി വരുമെന്ന് തോന്നുന്നു. നമുക്ക് വണ്ടിയിൽ നിന്ന് ടയർ പൊട്ടിച്ചേക്കാം. പക്ഷെ ടയർ പൊട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ സൈഡിലേക്കൂടെ കയറാൻ പറ്റുമോ നോക്കാം. കറി അതിലും കയറി. പിന്നെ എന്തൊരു എന്താ പറയുക, കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. കേറി ഹുറേ 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 കറി. നമ്മൾ പിന്നെ കയറാണ്ടിരിക്കുമോ? ഇപ്പം താഴെ പോയിട്ടുണ്ടെങ്കിൽ സഭാഷായനെ ഓടിക്കോക്ക്. എന്തൊരു ഒച്ച. നമുക്ക് ഓടിച്ച് വളച്ചെടുക്കാം. നമ്മളെ വീടവിടെ എടുക്കണ്ട. ഞാൻ ആക്സിലേറ്റർ ഒന്നും ഞെക്കുന്നില്ല, തന്നാലെ പറഞ്ഞാൽ സ്റ്റീരിങ് വളച്ചാൻ തരാം. ഞാൻ ആക്സിലേറ്റർ കൊടുക്കാം. ഇത്ര പൈസ കിട്ടും നോക്കട്ടെ. പറ്റിക്കുന്നതെന്ന് അറിയണം. കൊടുത്തു. ഒരു തോക്കങ്ങ് വാങ്ങിക്കാം. പക്ഷെ തോക്കിന് ആമ വേണ്ടേ? ആമ വാങ്ങിക്കാനും പൈസ വേണ്ടേ? പൈസ കുറച്ചും കൂടെ വെക്കാം. ഇത് നല്ലൊരു തോക്കങ്ങ് വാങ്ങിച്ചു. വളച്ചു കരട്ടീനെ പിടിച്ചാലോ? അത് പൊളിക്കും. കരടി കിണ്ണം കച്ച സാധനം. കരടീനെ പിടിക്കാൻ നമുക്ക് നേരെ വെച്ച് പിടിക്കാം. ഇത് കരടിയല്ല, നമുക്ക് വേണ്ട കരടീനെ. നമുക്ക് നേരെ വളച്ചേക്കാം. പുഴേൻ്റെ അടുത്തൊന്നും പോയത്, അവിടെ ആനിമൽസൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എന്നിട്ട് മീനെ പിടിക്കാൻ പറ്റുമോ? ഷാർക്കിനെയൊക്കെ പിടിക്കണം. അതാണ് ഒരു ഹണ്ടി. അല്ലാതെ എന്തെങ്കിലും ആവട്ടെ. എന്തോ ഒരു ചക്കാന് വരുന്നുണ്ട് ഇവിടെ. എന്താ നോക്കട്ടെ. എൻ്റെ എത്ര ആനിമലിവിടെ? 3 എൻ്റെ കൈ. എന്നാൽ ഒരാനിമലപ്പം നമ്മൾ വെറുതെ രണ്ടുണ്ട് വേസ്റ്റായി. കുഴപ്പമില്ല. ടോർച്ചൊന്ന് നിലത്ത് നോക്കി എടുക്കണമെന്ന് അമ്മമാർ പറയുന്നുണ്ട്. നമുക്ക് നിലത്ത് നോക്കി എടുക്കാം. ശരി വിളിച്ചിട്ടേ കാണുന്നില്ല. അല്ല, ഇരുട്ടായിട്ട് കാണുന്നില്ല. അങ്ങനെ നമ്മൾ അടുത്ത അവിടെ ഉണ്ട് 2 പോത്തോ ജിറാഫോ എന്തായാലും കുഴപ്പമില്ല. ആനിമലിനെ കിട്ടിയാൽ മതി. ഇതൊക്കെ ഇത്രേ ഉള്ളൂ. ആനിമലിനെ കിട്ടുമോ നോക്കട്ടെ. മാപ്പിൽ കാണിക്കുന്നുണ്ട്.
പക്ഷേ നമുക്ക് കാണണ്ടേ? ഇപ്പം കാണിച്ചിട്ട് കാര്യമുണ്ട്. ചേട്ടാ ഇവൻ്റെ ലോഡിങ് ഒരു വെടി കൊണ്ടിട്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട്. എൻ്റെ ഒരു വെടി കൊണ്ടിട്ട് ഓടുന്നുണ്ട്. കിട്ടിയിടാം നിന്നെ. അവനെ കൊന്നു. ഇത്രേ ഉള്ളൂ. അവനെ പോയി എടുക്കാം. ഇവനെയും വിറ്റ് പൈസ ആക്കിയിട്ട് വേണം തോക്കും മേടിച്ചിട്ട് പട്ടിച്ചേർക്കാൻ. അപ്പം നമുക്ക് നേരെ പോവാം. വണ്ടീൻ്റെ അടുത്ത് ഇവനെയും രണ്ടാളെ പിടിച്ചില്ലേ? ഇതൊരു മാന്യം കുറുക്കനല്ലേ? മുഖം നോക്കിയ ഇതിനകത്ത് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. നോക്കി നോക്കട്ടെ. വേണ്ട ക്യാൻസൽ. അതൊന്നും വേണ്ട. ഫോട്ടോ ഒക്കെ പിന്നെ വണ്ടീൻ്റെ അടുത്തെത്തി കയറി. നേരെ നമ്മൾ വീട്ടിലേക്ക് വളച്ചൊടിക്കാൻ എടുക്കാം. പിന്നെ എൻ്റെ കാര്യം നമ്മൾ സ്റ്റീറിംഗ് ആക്കി. അതിനോട് വീടൊരു സ്റ്റീറിംഗ് ആക്കി. നമ്മൾ നേരെ മാറ്റി സ്റ്റീറിംഗ് ആക്കി. നമ്മൾ വീടത്തെ ആ പച്ച ലൈറ്റിൽ കത്തി നിൽക്കുന്നുണ്ട്. നമ്മൾ മാല ഉപയോഗിച്ച് പിടിപ്പിച്ചാണ് വെറുതെ എറിഞ്ഞ് കുറച്ച് പക്ഷെ പാർക്കിംഗ് ആണ്. നമുക്ക് കുറച്ച് പാർക്കിംഗ് സെൻസില്ല. എന്നാലും നമുക്ക് പാർക്കിംഗ് ഇനി ഫ്രണ്ട് വിളക്ക് കുറച്ച് ബാക്ക് ഇങ്ങനെ ഓടിക്കാൻ പറ്റുമോ? എന്നാൽ നമ്മൾ പൊളിക്കും. ഞാനിപ്പോഴും ഇറക്കാം. ഈ വ്യൂ ഒക്കെ ഉണ്ടല്ലേ? ഇപ്പം നമ്മൾ വണ്ടിയുടെ കറക്റ്റ് പാർക്കാക്കിയിട്ടുണ്ട്. വണ്ടി അങ്ങ് ഇറങ്ങാം. ലൈറ്റ് എടുക്കാണ്ട് കാണുന്നില്ല. ഒരു തോക്കും കൂടെ മേടിച്ചിട്ട് വീഡിയോ അങ്ങോട്ട് അവസാനിപ്പിക്കാം. തോക്കിട് ഈ തോക്കം കാണിക്കാം. ഓക്കെ. ഇതേത്തെ തോക്ക് ഡാമേജ് കുഴപ്പമില്ല. റേറ്റ് ഓഫ് ഫയർ കുഴപ്പമില്ല. അപ്പം ഇതിന് ഡാമേജ് കൂടുതൽ ഇതെന്നാ ബാരില്ല. അത്തം ഇതിൻ്റെ ഉണ്ടൊക്കെ പൈസ കൂടി. ഓക്കെ നമുക്ക് ഇത്ര ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ തോക്ക് പുതിയ. ഈ തോക്ക് ഒരു ഷൂട്ടങ്ങനെ കുഴപ്പമില്ല. ഇത് നല്ല തോക്ക്. ഐ ലൈക്ക് ഇറ്റ്. നമ്മൾ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം.